ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരു മുത്തശ്ശിമാവ് പറയുന്ന കഥ. എന്നാൽ നമുക്ക് കഥ കേൾക്കാൻ പോവാം. കുട്ടികളെ, എല്ലാവരും കളിച്ചു തളർന്നോ? ഇനി ഇത്തിരി നേരം എൻ്റെ തണലിൽ വന്നിരുന്നോളൂ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കഥ പറഞ്ഞു തരാം. ഒരുപാട് കാലം മുൻപ്, അതാ ആ കാണുന്ന വയലിൻ്റെ അക്കരെ ഒരു മാവുണ്ടായിരുന്നു. പടർന്നു പന്തലിച്ചു നിന്ന ഒരു തേന്മാവ്. അതായിരുന്നു എൻ്റെ അമ്മ. അമ്മ മാവിൻ്റെ ഉച്ചിയിലെ ഒരു ഉണ്ണിമാങ്ങയായിരുന്നു ഞാൻ. മാസങ്ങൾക്കു ശേഷം ഞാനൊരു മുഴുത്ത മാമ്പഴമായി. അന്നൊക്കെ എന്നെ കാണേണ്ടതായിരുന്നു. മഞ്ഞയും ഓറഞ്ചും കലർന്ന് തുടുത്ത ഒരു മാമ്പഴം. ഞങ്ങൾ കുട്ടികളെല്ലാം കാറ്റിലാടി രസിച്ചു കഴിഞ്ഞ കാലം. ഞങ്ങളെല്ലാം ഒരു കുലയിൽ മുട്ടിയിരുന്ന് തമാശകൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു. അപ്പോഴാ അതു സംഭവിച്ചത്. ഒരു കാക്ക വന്ന് എന്നെ ഒരു കൊത്ത്. പതും! ഞാൻ ഞെട്ടേറ്റു താഴെ. മാഞ്ചുവട്ടിൽ കളിക്കുന്ന കുട്ടികൾക്കു മുമ്പിലാണ് ചെന്നു വീണത്. അതിലൊരുത്തൻ ഓടി വന്ന് എന്നെ എടുത്തു. എൻ്റെ തേന്മധുരമൂറുന്ന ഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി അവൻ കുട്ടികൾക്ക് പങ്കുവച്ചു. മാങ്ങേണ്ടി മാത്രം ബാക്കിയായി. അവനത് ഒരു കടലാസിൽ പൊതിഞ്ഞു കയ്യിൽ വച്ചു. ഇത് ഞാൻ വീട്ടുപറമ്പിൽ കുഴിച്ചിടും, ആ മിടുക്കൻ പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ചെയ്തു കേട്ടോ. മാമ്പഴക്കാലമായി. മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന ഞാൻ മെല്ലെ മുളച്ചു പൊന്തി. ചുവപ്പു കലർന്ന തവിട്ടു നിറമുള്ള ഇലകൾ. എന്നും അവൻ വന്നു തൊട്ടു നോക്കും. കാലം കുറേ കഴിഞ്ഞു. ഞാൻ വലുതായി. ഞങ്ങൾ വൻമരങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് വളരും. കൊമ്പുകളും ചില്ലകളും വളർന്നപ്പോൾ പല പക്ഷികളും കൂടുകൂട്ടാൻ എത്തി. പക്ഷികൾ മാത്രമല്ല പാർക്കാനെത്തിയത്. അണ്ണാനും ചിതലിനും ചിലന്തിക്കും ഉറുമ്പിനുമൊക്കെ താമസിക്കാൻ ഞാൻ ഇടം നൽകി. കുട്ടികൾ എൻ്റെ തണലിലിരുന്ന് കളിച്ചു, വിശ്രമിച്ചു. അവർക്കൊക്കെ ഞാൻ വയറു നിറയെ ചക്കരമാമ്പഴം കൊടുത്തു. ഇപ്പോൾ ഞാനൊരു മുത്തശ്ശിയായി. എൻ്റെ മക്കളും പേരക്കിടാങ്ങളുമൊക്കെ എവിടെയാണാവോ? എന്നാലും ഇനിയും കുറേ കാലം ഞാൻ ഉണ്ടാവും, തണലും മധുരവും തന്ന്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു. ഇനി നമുക്ക് നാളെ കാണാം.